ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ ചെന്ന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഒരു വിശുദ്ധ പ്രജ നിന്റെ ഉദരത്തിലുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ മറിയക്കതൊരു അസാധ്യമായൊരു കാര്യമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവൾ പറഞ്ഞു, ഇതിങ്ങനെ സംഭവിക്കും എന്ന്. ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ ചോദ്യങ്ങൾ ചോദിച്ചു. അവൾക്ക് മറുപടി കിട്ടി, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അതുപോലെ സംഭവിച്ചു. ഒരു കന്യക ഗർഭിണിയായി ദൈവപുത്രനായ ക്രിസ്തുവിന് ജന്മം കൊടുക്കുവാൻ തക്കവണ്ണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് നമുക്കവിടെ കാണാൻ കഴിയും. ബൈബിൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തെ നമുക്ക് ഉടനീളം കാണാൻ പറ്റും. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങളെ നൽകിത്തരുന്ന ഒരു സർവശക്തനായ എൽ ശദ്ദായി ആയിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നമ്മൾ ആയിരിക്കുന്നത്. അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് വിശ്വസിക്കുക, കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുക. പല നന്മകളും നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും. എന്നാൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, ദൈവത്തിന് അസാധ്യമായ കുറെ കാര്യങ്ങളുണ്ട്. ദൈവത്തിന് ഒരു കാര്യവും, എല്ലാ കാര്യങ്ങളും സാധ്യമാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് 100% ശരിയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഏകദേശം 7 കൂട്ടം കാര്യങ്ങളുണ്ട്. നമുക്കത് പഠിക്കാം, ചിന്തിക്കാം, മനസ്സിലാക്കാം. എബ്രായ ലേഖനം 6:18 വാക്യം വായിക്കാം. ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയില്ല. ഗോഡ് കനോട്ട് ലൈ. ദൈവത്തിന് നുണ പറയാൻ കഴിയില്ല. ദൈവത്തിന് കഴിയാത്ത കാര്യമാണ്. ദൈവം ഭോഷ്ക് പറയില്ല, ഭോഷ്ക് പ്രവർത്തിക്കില്ല. ദൈവം നുണ പറയില്ല, ദൈവം കള്ളം പറയില്ല. ദൈവം സത്യസന്ധനായ ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ്. നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്. അവന്റെ വായിൽ ഒരു വഞ്ചനയും ഉണ്ടായിരുന്നില്ല. എവിടെയും യേശു പ്രസ്താവിച്ചത് സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യം മാത്രമേ യേശു പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ സാത്താനെ കുറിച്ച് പറയുന്നത് എന്താണ്? സാത്താൻ കള്ളനാണ്. ഒന്നാമത്തെ കാര്യം, അവൻ നല്ല കള്ളനാണ്, പഠിച്ച കള്ളനാണ്. കള്ളൻ വരുന്നത്, സാത്താൻ വരുന്നത്, പിശാച് വരുന്നത് അറുക്കാനും മുടിക്കാനും നശിപ്പിക്കാനും വരുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനാണ്. അവൻ ഭോഷ്ക് സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. ഒരിക്കലും സാത്താൻ സത്യം പറയില്ല. അതുകൊണ്ടാണ് ആദാമിന് ഹവ്വയ്ക്കും അവന്റെ ഭോഷ്കിൽപ്പെട്ട് വഞ്ചിതരായി പോകാനിടയായത്. ദൈവം എന്താ പറഞ്ഞത്? നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾ മരിക്കും. പക്ഷെ സാത്താൻ എന്താ പറയുന്നത്? നിങ്ങൾ മരിക്കില്ല, നിശ്ചയം. നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം പറഞ്ഞോ? നിങ്ങളത് തിന്നാൽ മരിക്കുന്ന പറഞ്ഞത്. അവിടെ ഒരു കള്ളത്തരം പറഞ്ഞ് പിശാച് ആദാമിനെ ഹവ്വയും വഞ്ചിച്ചു. അതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ലോകത്തുള്ള സകല മനുഷ്യരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സാത്താൻ ഭോഷ്ക് പറയുന്നവനാണ്. മനുഷ്യരോ? മനുഷ്യരായ നമ്മളോ? നമ്മളും കള്ളത്തരമൊക്കെ പറയും.
നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അത് ലൈസൻസ് എടുത്ത് പറയുന്നവരായിരുന്നു, ഇല്ലേ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പാവികളായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ലൈസൻസ് ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും എവിടെയും നിന്നുള്ള കള്ളം പറയുമായിരുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ട ശേഷവും കള്ളം പറയാറുണ്ടോ? ചിന്തിക്കുക. വെളിപ്പാട് പുസ്തകം എന്താ പറയുന്നത്? ഭോഷ്ക് പറയുന്നവനും അതിനെ പ്രവർത്തിക്കുന്ന ഏവനും പുറത്ത് തന്നെ, പുതിയ യെരൂശലേമിന് പുറത്താണ്. ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി എന്താണ്? തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ. അത് രണ്ടാമത്തെ വരം നിത്യമരണമാണ്. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മാവിൽ നിറഞ്ഞു, ഇത്ര വർഷം സഭയിലായി, ദശാംശം കൊടുക്കുന്നു, ഞാൻ ആരാധനയ്ക്ക് വരുന്നു, സുവിശേഷം പറയുന്നു, ഞാൻ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടൊന്നും രക്ഷയില്ല. ഭോഷ്ക് പറയുന്നവനാണെങ്കിൽ, നുണ പറയുന്നവനാണെങ്കിൽ നാം പിശാചിന്റെ ആളായി മാറുകയാണ്. അപ്പോൾ നമ്മുടെ അവസാനം എവിടെയായിരിക്കും? തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ പോകേണ്ടി വരും. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമുക്ക് ദൈവസന്നിധിയിൽ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, കർത്താവിൻ്റെ അഭിഷേകമൊക്കെ പ്രാപിച്ച ദൈവസഭയാണ്. അപ്പോൾ ദൈവം നമ്മുടെ ആളല്ലേ. പക്ഷെ നമ്മുടെ അയൽവക്കത്ത് ഒരു മുസ്ലിമോ ഒരു ഹിന്ദു ഉണ്ടെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ കത്തോലിക് ഉണ്ടെന്ന് വിചാരിക്കൂ. ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ അവൻ ആ കാര്യത്തിൽ സത്യസന്ധമായിട്ട് നിൽക്കുന്നു. നമ്മൾ കള്ളത്തരം പറയുന്നു. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നമ്മൾ കള്ളത്തരം പറയുന്നു. ദൈവം ആരോടൊപ്പം നിൽക്കും? നിങ്ങളൊന്ന് പറ, ദൈവം ആരോടൊപ്പം നിൽക്കും? ദൈവം നമ്മുടെ ഒപ്പം നിൽക്കേണ്ടത്. നമ്മൾ ആരാണ്? അവന്റെ മക്കളല്ലേ, അവന്റെ സഭയല്ലേ. ദൈവം നമ്മുടെ ഒപ്പം നിൽക്കണ്ടേ? നുണ പറഞ്ഞാലും നിൽക്കണ്ടേ? പക്ഷെ നിൽക്കോ? നിൽക്കില്ല. ദൈവം സത്യത്തിന്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. സത്യം പറയുന്ന ആ ഹിന്ദുവിൻ്റെ ഒപ്പം, ആ മുസ്ലിമിൻ്റെ ഒപ്പം, കത്തോലിക്കിൻ്റെ ഒപ്പം കർത്താവ് നിൽക്കും. അപ്പോൾ നമ്മൾ എത്ര ജാഗ്രത ഉള്ളവരായിരിക്കണം. നമ്മുടെ ദൈവത്തിന് നുണ പറയാൻ കഴിയില്ല, ഭോഷ്ക് പറയാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. God cannot change. ദൈവത്തിന് മാറാൻ കഴിയില്ല. നമ്മുടെ ദൈവം ആരാണ്? മാറാത്ത ദൈവമാണ്. എബ്രായ ലേഖനം പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് the same yesterday, today and forever. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അനന്യൻ എന്ന് പറഞ്ഞാൽ മാറാത്തവനാണ്. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, സകല ഗ്രഹങ്ങളും മാറിപ്പോകും. പുസ്തക ചുരുട്ടും പോലെ ഈ ആകാശമെല്ലാം മാറിപ്പോകും. സകല കുന്നുകളും താഴ്വരകളും തകർന്ന് തരിപ്പണമാകും. ഈ പ്രപഞ്ചം മുഴുവനും നീങ്ങിപ്പോയാലും കർത്താവ് ഒരിക്കലും മാറിപ്പോകാത്തവനാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ സന്തോഷത്തിൽ മാറാത്ത ദൈവമായി അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ പറഞ്ഞത്, നിങ്ങൾ പോയി സുവിശേഷം പറയണം, ആളുകളെ മാനസാന്തരപ്പെടുത്തണം, സ്നാനപ്പെടുത്തണം. എന്നിട്ട് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ യേശു ഇപ്പൊ കൂടെയുണ്ടോ? യേശു ഇപ്പോൾ സ്വർഗത്തിലല്ലേ? പിതാവിന്റെ വലതുഭാഗത്തിരിക്കല്ലേ? പിന്നെങ്ങനെ ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, യേശു നമ്മോട് കൂടെയുണ്ട്. യേശു സ്വർഗത്തിലേക്ക് പോയിട്ട് തനിക്ക് പകരം പ്രവർത്തിക്കാനായി
പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ്. സഭയ്ക്കുള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഓരോ വിശ്വാസിയുടെ ഹൃദയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. യേശുവിന് പകരമായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൽ യേശു നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് യേശു മാറാത്തവനാണ്, നമ്മുടെ ദൈവം മാറാത്തവനാണെന്ന് പറയുന്നത്. നമ്മളെല്ലാം മാറിപ്പോകും. ഇവിടെ എത്ര ആരോഗ്യമുള്ളവനും എത്ര പണക്കാരനും എത്ര സുന്ദരനും സുന്ദരിയും എത്ര ഏക്കർ സ്ഥലമുള്ളവനും കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഉള്ളവനും ഒരു ദിവസം എത്ര ഞെളിഞ്ഞ് നടന്നാലും പ്രിയപ്പെട്ടവരെ, അവരെല്ലാം മാറിപ്പോകും. നമ്മുടെ ആയുഷ്കാലം 70 ഏറെയായാൽ 80 സംവത്സരം മാത്രം. സ്തോത്രം. അധികം കാലമൊന്നും നമ്മളില്ല. എത്രയൊക്കെ നെഞ്ച് വിരിച്ച് നടന്നാലും പോകും, നമ്മൾ മാറിപ്പോകും. പക്ഷെ നമ്മുടെ ദൈവം മാറിപ്പോകില്ല, നമ്മുടെ കർത്താവ് മാറിപ്പോകില്ല. കർത്താവ് നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും. അതെത്ര ഭാഗ്യകരമായൊരു ചിന്തയാണ്. ഗോഡ് കനോട്ട് ചേഞ്ച്. ദൈവത്തിനെ മാറാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം. 2 തിമോഥെയോസ് 2:13 വാക്യം നമുക്ക് വായിക്കാം. God cannot deny himself. നമ്മൾ അവിശ്വസ്തരായി പാർത്താലും നമ്മുടെ ദൈവം ആരാണ്? വിശ്വസ്തനാണ്. വിശ്വസ്തനായ ദൈവം. ഒരിക്കൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരാൾക്ക് 5 താലന്ത് കൊടുത്തു, വേറെ ആൾക്ക് 2 കൊടുത്തു, ഒരുത്തന് 1 കൊടുത്തു. ഇത് വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ട് പോയി. 5 കിട്ടിയവൻ 10 ആക്കി, 2 കിട്ടിയവൻ 4 ആക്കി, 1 കിട്ടിയവൻ കുഴിച്ചിട്ടു. സത്യത്തിൽ അവനത് കളഞ്ഞോ? അവൻ കളഞ്ഞില്ല. പക്ഷേ അവനെന്താ കർത്താവ് വിളിച്ചത്? അവിശ്വസ്തനായ മടിയനായ ദാസനെ എന്നാ വിളിച്ചത്. നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഒരാളെ കർത്താവ് തൻ്റെ വേലക്കാരനാക്കുന്നത് അവനെ വിശ്വസ്തന എന്ന് എണ്ണി കർത്താവ് വേലക്ക് വിളിച്ചിരിക്കുകയാണ്. സമയത്തിൻ്റെ കാര്യത്തിൽ, പണത്തിൻ്റെ കാര്യത്തിൽ, ജീവിതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. നമ്മൾ മനുഷ്യരാണ് അവിശ്വസ്തര്. മനുഷ്യർ പല വിഷയത്തിൽ അവിശ്വസ്തരാ. പണത്തിൻ്റെ കാര്യത്തിൽ അവിശ്വസ്തര്. നമുക്ക് അവകാശപ്പെടാൻ യാതൊരു അവകാശമില്ലാത്ത പൈസ ഒന്നും നമ്മളെടുത്ത് പോക്കറ്റിലിടരുത്. നമുക്കുള്ളത് മതിയെന്നേ. സമയത്തിൻ്റെ കാര്യത്തിൽ, ജീവിതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. ഇവിടെ തിമോഥെയോസിനോട് പൗലോസ് പറയുന്നു, പൗലോസ് ഉപദേശം കൊടുക്കുകയാണ്. നമ്മൾ അവിശ്വസ്തരായി പാർത്താലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. ദൈവം അങ്ങനെ വിശ്വസ്തനായിട്ട് പാർക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അവന്റെ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം, ആ നിർമ്മലമായ സ്വഭാവം, ആ പരിശുദ്ധമായ സ്വഭാവം, ആ താഴ്മയുള്ള, സ്നേഹമുള്ള, വിനയമുള്ള, വിശ്വസ്തതയുള്ള ആ സ്വഭാവം ദൈവത്തിനൊരിക്കലും ത്യജിക്കുവാൻ, വിട്ടുകളയുവാൻ, ഉപേക്ഷിക്കുവാൻ ഒരിക്കലും ദൈവത്തിന് കഴിയില്ല. നമ്മൾ ഇന്ന് ഒരു സ്വഭാവമാണെങ്കിൽ അടുത്ത ദിവസം വേറെ സ്വഭാവമായിരിക്കും. ശരിയല്ലേ? ഇന്ന് സന്തോഷമാണെങ്കിൽ അടുത്ത ദിവസം കരച്ചിലായിരിക്കുള്ളൂ. നമ്മുടെ സ്വഭാവം പെട്ടെന്ന് മാറും. പക്ഷെ കർത്താവിൻ്റെ സ്വഭാവം മാറില്ല. നാലാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം. യാക്കോബിന്റെ പുസ്തകം 1:13 വാക്യം വായിക്കാം. God cannot be tempted by evil. ഈ വാക്യത്തിൽ യാക്കോബ് എന്താ പഠിപ്പിക്കുന്നത്? നമ്മളെല്ലാവരും പരീക്ഷിക്കപ്പെടുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ പരീക്ഷിക്കപ്പെടുന്ന കാര്യമല്ല പറയുന്നത്.
ടെംപ്റ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. ടെസ്റ്റിങ്ങും ടെംപ്റ്റേഷനും രണ്ടാണ്. പരീക്ഷ എഴുതുന്ന കുട്ടികൾ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ളത് ടെസ്റ്റ് നടത്തും. അപ്പൊ അതിൽ മാർക്ക് കിട്ടിയാലാണ് അവർ ജയിക്കുള്ളൂ. പക്ഷെ ഈ വാക്യത്തിൽ പറയുന്നത് ടെസ്റ്റിനെ കുറിച്ചല്ല, ടെംപ്റ്റിനെ കുറിച്ചാണ്, പ്രലോഭനത്തെ കുറിച്ച്. ഇപ്പൊ മനുഷ്യരെല്ലാവരും അവരുടെ സ്വഭാവം എന്നറിയാമോ? അവനൊരു പ്രലോഭനത്തിൽ പെട്ടു, ഒരു ടെംപ്റ്റേഷനിൽ പെട്ടു, അവനൊരു പാപം ചെയ്തു. എന്നിട്ട് എന്ത് പറയുമെന്നറിയാമോ? ആ വാക്യം ഒന്നൊരു വായിച്ചേ. പരീക്ഷ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോൾ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരുമ്പോൾ, നമ്മൾ കുറ്റമല്ല ആർക്ക് കൊടുക്കും? ദൈവം കാരണമാണ് ഇത് സംഭവിച്ചത്. നമ്മൾ പ്രലോഭിക്കപ്പെട്ടപ്പോൾ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ, അത് ചെയ്തപ്പോൾ, ഇപ്പൊ കുറ്റം ആർക്കാ? ദൈവത്തിന്. ഇതല്ലേ മനുഷ്യന്റെ സ്ഥിതി? മനുഷ്യൻ പലപ്പോഴും അവൻ തെറ്റ് ചെയ്തിട്ട് അവനൊരു കുഴപ്പത്തിൽപ്പെട്ടിട്ട് ഇപ്പൊ കുറ്റം ആർക്ക് കൊടുക്കും? ദൈവത്തിന്. ഇതന്നെയാണ് ആദാമും പറഞ്ഞത്. ആദാമിനോട് ചോദിച്ചു, നീ ആ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ കഴിച്ചോ? അവൻ കഴിച്ചെന്നങ്ങ് പറഞ്ഞാൽ പോരെ. പക്ഷെ അതിന് പകരം എന്താ പറഞ്ഞത്? നീ എന്നോട് എൻ്റെ കൂടെ ഇരിക്കാൻ ഒരുത്തിയ നീ തന്നിട്ടുണ്ട്, അവൾ എനിക്ക് തന്നു, ഞാൻ തിന്നു. ഇപ്പൊ കുറ്റം ആർക്കാ? ഹവ്വക്ക്. ഈ ഹവ്വയെ കൊടുത്തതാരാ? ദൈവം തമ്പുരാൻ. ഇത്രയും നല്ല ഭാര്യയെ കൊടുത്തത് ആ ദൈവത്തിന് കുറ്റം പറയാൻ. ഇതാണ് മനുഷ്യന്റെ സ്ഥിതി. നാം പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പ്രലോഭിപ്പിക്കപ്പെട്ടു എന്ന് ആരും പറയരുത്, ഒരാളും പറയരുത്. അത് നമ്മുടെ കുഴപ്പമാണ്, ദൈവത്തിന്റെ കുഴപ്പമല്ല. അതാണ് അവർ പറയുന്നത്, ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല. പാപം ചെയ്യുവാൻ പ്രലോഭിപ്പിക്കുന്നത് പിശാചാണ്, പിശാച് മാത്രമാണ്. പിശാചും നമ്മളും കൂടി ഒരുമിച്ചാണ് പാപം ചെയ്യണത്, അല്ല ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല. എന്നിട്ട് ആ വാക്യത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമാണ് നമ്മുടെ ചിന്താ വിഷയം. ഒന്ന് വായിച്ചേ. ദൈവം ദോഷങ്ങളാൽ, പാപത്താൽ പരീക്ഷിക്കപ്പെടുന്നവനല്ല. ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയില്ല, ദൈവത്തിന് തെറ്റ് ചെയ്യാൻ കഴിയില്ല, ദൈവത്തിന് ഇരുളിന്റെ പ്രവർത്തികൾ ചെയ്യാൻ കഴിയില്ല. ദൈവം വെളിച്ചമാണ്, ദൈവം പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. മനുഷ്യനാണ് തെറ്റ് ചെയ്യുന്നത്, പിശാചും ദുരാത്മാക്കളുമാണ് തെറ്റ് ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിന് ഒരു നാളും ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ അരികിൽ സാത്താൻ പഠിച്ച പണി 18 പരീക്ഷിച്ചു. നമ്മൾ സാധാരണ വാക്ക് പറഞ്ഞാൽ 19ാമത്തെ അടവും പ്രയോഗിച്ചു. യേശുവിനെ പാപം ചെയ്യിപ്പിക്കാൻ, യേശുവിനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. യേശുവിനെ തെറ്റ് ചെയ്യുവാൻ ആവർത്തിച്ച് പുറകെ നടന്ന് 40 ദിവസം ആ മരുഭൂമിയിൽ ആഹാരം വെടിഞ്ഞ് ഉപവസിച്ച 40 ദിവസവും 3 പരീക്ഷണങ്ങളെ കുറിച്ചാണ് അവിടെ എഴുതിയിട്ടുള്ളതെങ്കിലും 40 ദിവസവും യേശുവിനെ പരീക്ഷിച്ചു. അതിനുശേഷം അവൻ വിട്ടുമാറി. ആ പരീക്ഷണങ്ങളിലൊന്നും നമ്മുടെ കർത്താവ് ഒരു തെറ്റും ചെയ്തില്ല, അതിനെല്ലാം അതിജീവിച്ചു. കാരണം പാപം ചെയ്യാൻ ദൈവത്തിന് കഴിയില്ല, തെറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയില്ല. ദൈവം ദൈവമാണ്, യേശു ദൈവമാണെന്ന് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സംഭവമാണ് ആ മരുഭൂമിയിലെ സംഭവം നമ്മളെ കാണിക്കുന്നത്. അതിനുശേഷം യേശുവിനെ കുരിശു മരണം വരെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ പോലും യേശു തെറ്റ് ചെയ്തില്ല. കാരണം ദോഷങ്ങളാൽ,
പാപങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് ആര്? നമ്മുടെ ദൈവം. ദൈവത്തിന് കഴിയില്ല. ദൈവത്തിന് അസാധ്യമായ കുറെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണത്. സങ്കീർത്തനം 89:34 വാക്യം വായിക്കാം. ഗോഡ് cannot ബ്രേക്ക് എ പ്രോമിസ്. ദൈവം നമുക്കൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവം ബ്രേക്ക് ചെയ്യില്ല. നമ്മളാണെങ്കിലോ, നമ്മള് ഇന്നൊരു വാക്ക് പറയും, 1 മണിക്കൂർ കഴിയുമ്പോൾ അത് മാറ്റി പറയും. ശരിയല്ലേ? ഇന്ന് ഒരു വക ഒരാൾ പറയാണ്, നമ്മുടെ വീട്ടിൽ കുറച്ച് കാശുണ്ട്, അയാൾ വന്ന് ചോദിച്ചു, അയാൾ തിരിച്ചറിയുന്ന ഒരാളാണ്, ഒരു 5000 രൂപ വേണം. നമ്മുടെ വീട്ടിൽ ഒരു 10,000 രൂപ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാണ് തരാം, കുറച്ച് കഴിഞ്ഞിട്ട് വാ. അവൻ വലിയ കാര്യത്തിന് പൈസ വാങ്ങാനായി വരുമ്പോ ഞാനെപ്പോ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല. അവൻ മാറ്റി പറയും, മനുഷ്യൻ മാറ്റി പറയും. അവൻ പറയുന്ന പ്രോമിസുകൾ, അവൻ പറയുന്ന വാഗ്ദത്തങ്ങൾ, അവൻ പറയുന്ന വാക്കുകൾ മാറ്റി പറയും. ദൈവം വാഗ്ദത്തം ചെയ്തത് അത് നിറവേറ്റുക തന്നെ ചെയ്യും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ പിതൃഭവനത്തെയും സ്വദേശത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ പോകോ? ഞാനും നിങ്ങളും പോകോ? നമുക്ക് 100 കൂട്ടം ചോദ്യങ്ങളാണ്. കർത്താവേ, അത് ഏത് നാടാണ്? എൻ്റെ കുടുംബക്കാരെ വിടണോ? എൻ്റെ വീട് കളയണോ? എൻ്റെ സമ്പത്ത് കളയണോ? എൻ്റെ അപ്പനും അമ്മയും എല്ലാം വഴി എന്ത് എനിക്ക് വേണ്ട. പക്ഷെ അബ്രഹാം വിശ്വസിച്ചു. അദ്ദേഹം കണ്ണും പൂട്ടി വിശ്വസിച്ചു പോയി. ഇന്ന് അദ്ദേഹത്തിന്റെ തലമുറകളാണ് ഇസ്രായേൽ ജീവിക്കുന്നത്. സുന്ദരമായൊരു രാജ്യത്താണ് അവർ ജീവിക്കുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ രാജ്യത്ത് ദൈവം അവർ കൊടുത്തു. കാണിപ്പാനിരിക്കുന്ന ദേശം അതായിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുക തന്നെ ചെയ്യും. നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ തലമുറകളെ മാനിക്കുമെന്ന് പറഞ്ഞാൽ തലമുറകളെ മാനിക്കും. നമ്മുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. നിന്റെ രോഗം മാറ്റുമെന്ന് പറഞ്ഞാൽ ദൈവം അത് മാറ്റിയിരിക്കും. മെഡിക്കൽ സയൻസിന് ചിലപ്പോൾ കൈയൊഴിഞ്ഞു പോകും, അവരുപേക്ഷിച്ചു പോകും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും. ദൈവം വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ വഴി തുറക്കും. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വഴി തുറന്നു. ചെങ്കടലിൽ നല്ലൊരു നാഷണൽ ഹൈവേ ഉണ്ടാക്കി കൊടുത്തു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അപ്പുറത്ത് കടന്നത്. നമ്മുടെ ദൈവത്തിന് അവൻ പറയുന്ന ഒരു വാക്കും ലംഘിക്കുന്ന ദൈവമല്ല. അത് കറക്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കും. 100% ഉറപ്പ്. ആ വാഗ്ദത്തങ്ങളാണ് ഈ ബൈബിളിലുള്ളത്. പഠിച്ചു വരുമ്പോൾ ഏകദേശം 30,000-ൽ അധികം വാഗ്ദത്തങ്ങൾ ദൈവമക്കൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ഇതിനിൽ ദൈവം തന്നിട്ടുണ്ടെന്നാണ്. അത് ഉദ്ധരിച്ചുകൊണ്ട് അതെനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ദൈവം അത് തന്നിരിക്കും. ഉറപ്പായിട്ട് ദൈവം തന്നിരിക്കും. ദൈവം മാനിച്ചിരിക്കും. ദൈവം തൻ്റെ വാക്കുകളും വാഗ്ദാനങ്ങളും മാറ്റിമറിച്ച് കളയുന്ന ഒരു ദൈവമല്ല. ആ ദൈവത്തിന് അതിന് കഴിയില്ല. ആവർത്തന പുസ്തകം 32-4 വാക്യം വായിക്കാം. നീതിയും നേരുമുള്ള ദൈവം, ഗോഡ് cannot be unjust. ദൈവം ആരാണ്? അനീതി പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമല്ല. ദൈവം നീതിമാനാണ്. നീതി മാത്രമേ ചെയ്യുള്ളൂ. സഭാപ്രസംഗി പഠിക്കുമ്പോൾ നമുക്കൊരു ഉപദേശം തന്നിട്ടുണ്ട്. നമ്മൾ അതിനീതിമാനാകരുത്, അതിവിശുദ്ധനാകാനും പാടില്ല. ചില പാസ്റ്റർമാരെയും വിശ്വാസികളൊക്കെ, ഞാൻ പാസ്റ്ററും വിശ്വാസികളെന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മളെ കുറിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
പുറത്തുള്ളവരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ ഭയങ്കര എല്ലാ കാര്യത്തിലും ഭയങ്കര അതിനീതി കാണിക്കും, അതിവിശുദ്ധി. ദൈവം വിശുദ്ധനാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുന്ന, അല്ല ദൈവത്തെക്കാളും വലിയ വിശുദ്ധനാവണ്ട. ദൈവം നീതിമാനാണ്, ദൈവത്തെക്കാളും വലിയ നീതിമാനാവണ്ട. യേശു പഠിപ്പിച്ചല്ലോ, ശിഷ്യൻ ഗുരുവിനെ പോലെ ആകുന്നത് മതി. നമ്മുടെ ഗുരു ആരാണ്? ക്രിസ്തുവാണ്, നീതിമാനായ ക്രിസ്തു. ആ ക്രിസ്തുവിനെ പോലെ സ്വഭാവത്തിലും വാക്കിലും ശുശ്രൂഷയിലും പ്രവൃത്തിയിലും ഉപദേശത്തിലും യേശുവിനൊപ്പം നിന്നാൽ മതി. യേശുവിനൊപ്പം നിൽക്കാം. യേശുവിന്റെ തലയോടെ നമുക്ക് വളരാം. അതിനനുവദിച്ചിട്ടുണ്ട്, അത് അലൗ ചെയ്തിരിക്കുന്ന കാര്യമാണ്. യേശുവിനെക്കാളും വലിയ ആളാവാൻ നിൽക്കരുത്. യേശു പറയാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത്, പ്രവർത്തിക്കരുത്, ശുശ്രൂഷിക്കരുത്. നമ്മളെ അങ്ങനെ ചിന്തിക്കാനും ഒരു പ്ലാനും നമുക്ക് പാടില്ല. യേശു 40 ദിവസം ഉപവസിച്ചു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവ മക്കൾക്ക്, ഒരു മകനോ മകൾക്കോ തോന്നിയാണ് എനിക്ക് 40 ദിവസം ഉപവസിക്കണം, കഴിവും പ്രാപ്തിയും ദൈവത്തിൻ്റെ നിയോഗം ഉണ്ടെങ്കിൽ 40 ദിവസം ഉപവസിച്ചോ. ഇന്ന് കണ്ടോ 42 ദിവസത്തെ ഉപവാസം, 50 ദിവസത്തെ ഉപവാസം. പല സ്ഥലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം. യേശുവിനേക്കാളും വലിയവനാവാൻ ശ്രമിക്കുന്നു. നമ്മുടെ കർത്താവ് എത്ര താഴ്മയുള്ളവനായിരുന്നു, എത്ര വിനയമുള്ളവനായിരുന്നു, എത്ര സ്നേഹസമ്പന്നനായിരുന്നു. ദൈവം ഒരിക്കലും അനീതി ചെയ്യില്ല. അനീതി ചെയ്യുവാൻ ദൈവത്തിന് കഴിയില്ല. നമ്മൾ നീതി ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നമ്മോടൊപ്പം ഉണ്ടാവും. നമ്മൾ നീതികേട് പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് എതിരായി തീരും. 100% ഉറപ്പാണ്. ദൈവത്തിന് ഒരിക്കലും അനീതി ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന് അസാധ്യമായ കാര്യമാണത്. ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 6:5-6 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. എബ്രായ ലേഖനം 6:5-6 വാക്യങ്ങൾ. God cannot convert to backsliders. ഈ backsliders എന്ന് പറഞ്ഞാൽ പിന്മാറ്റക്കാരെയാണ് പറയുന്നത്. ദൈവത്തിന് ചില പിന്മാറ്റക്കാരെ വീണ്ടും വിശ്വാസത്തിലേക്ക് മടക്കി വരുത്താൻ കഴിയുന്നതല്ല. എബ്രായ ലേഖനം അത് കൃത്യമായി പറയുന്നുണ്ട്. നമുക്കതൊരു മുന്നറിയിപ്പാണ്. നമ്മൾ വിശ്വാസികളാണ്, വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. എനിക്ക് വളരെ സ്നേഹത്തോടും താഴ്മയോടും എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവമക്കളോട് പറയാനുള്ളത്, എന്തൊക്കെ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും, ആരെല്ലാം പ്രതികൂലമായിരുന്നാലും, എത്ര വലിയ പ്രതിബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, കൊടുങ്കാറ്റ് പോലെ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, നിങ്ങൾ ഈ വിശ്വാസം വിട്ടു പോകാൻ പാടില്ല. ഈ വിശ്വാസത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകാൻ പാടില്ല. നിങ്ങളുടെ പ്രാർത്ഥന വർദ്ധിക്കണം, ആരാധന വർദ്ധിക്കണം, വചനധ്യാനം വർദ്ധിക്കണം, യേശുവിനുള്ള സാക്ഷ്യം വർദ്ധിക്കണം, വിശുദ്ധി വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം. സഭായോഗത്തിലും എല്ലാ കാര്യത്തിലും മുന്നിൽ നിങ്ങൾ നിൽക്കുന്നവരായിരിക്കണം. നിങ്ങൾ ഒരു സ്റ്റെപ്പ് പോലും പിന്മാറാൻ പാടില്ല. ദൈവത്തിൻ്റെ നല്ല വചനം, നമ്മളെല്ലാം ഉപവാസ പ്രാർത്ഥനയും സഭായോഗത്തിലും കൺവെൻഷനിലും എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ നല്ല വചനങ്ങൾ കേട്ടുകൊണ്ട് മാറി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല ദൈവദാസന്മാരിലൂടെ കേട്ടുകൊണ്ടിരിക്കുക, ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി. അതെന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ലോകം അതറിഞ്ഞിട്ടില്ല. യേശു രാജാവായി വാഴുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് ഈ ലോകം മുഴുവൻ കാണാൻ പോവുകയാണ്. പക്ഷെ അത് നമുക്കൊന്ന് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? വരുവാനുള്ള ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആസ്വദിച്ചവർ പിന്മാറിപ്പോയാൽ, ഇത്രയും വലിയ വചനങ്ങളും ഉപദേശങ്ങളൊക്കെ വർഷങ്ങളോളം കേട്ടിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും നമ്മൾ രുചിച്ചറിഞ്ഞിട്ട് ആസ്വദിച്ചിട്ട് നമ്മൾ പിന്മാറിപ്പോയാൽ,
ഈ വചനത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, ഈ വിശ്വാസത്തിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് പിന്മാറിപ്പോയാൽ എന്ത് സംഭവിക്കും? തങ്ങൾക്ക് തന്നെ കണ്ടോ, നമ്മൾ പിന്മാറിപ്പോയാൽ, ഈ വിശ്വാസം വിട്ട് പിന്മാറിപ്പോയാൽ എന്നറിയുമോ, നമ്മൾ നമ്മുടെ ദൈവപുത്രനായ ക്രിസ്തുവിനെ വീണ്ടും നമ്മൾ ക്രൂശിക്കുന്നവരാ. എന്ത് കഷ്ടമാണെന്ന് ഓർത്തെ. ഇന്ന് പിന്മാറ്റക്കാരായ പലരും സ്നാനപ്പെട്ടിട്ട് സഭയിൽ വന്നിട്ട് പിന്മാറി നടക്കുന്ന, സഭയിൽ വരാതെ തെക്ക് വടക്ക് നടക്കുന്ന പല വിശ്വാസികൾ കുടുംബങ്ങളുമുണ്ട്. അവരെന്താ ചെയ്യുന്നറിയാമോ? അവർ ദൈവപുത്രനെ വീണ്ടും വീണ്ടും ക്രൂശിക്കുകയാണ്. നാട്ടുകാർ മൊത്തം പറയും, ഇവനൊക്കെ പെന്തക്കോസ്തിൽ പോയതാണ്, ഇപ്പൊ കണ്ടില്ലേ, സുവിശേഷം പറയാൻ പറ്റുമോ? ദൈവപുത്രനെ ക്രൂശിക്കുന്നവരാണ്. ജീവിതം നടക്കുന്നവർ ദൈവപുത്രനെ ക്രൂശിക്കുന്നവരാണ്. കർത്താവിന് ലോകാപവാദം വരുത്തുന്നവരാണ്. ഞാൻ പല സ്ഥലങ്ങളിലും പല ദേശങ്ങളിലും സഭാ ശുശ്രൂഷകനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാൻ അഭിമുഖിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടം നല്ല ദൈവമക്കൾ സഭകളുണ്ടെങ്കിലും ഒരു കൂട്ടം ആൾക്കാര് ആ ദേശത്ത് സഭയെയും ക്രിസ്തുവിനെയും സുവിശേഷത്തെയും ദൈവമക്കളെയും ദൈവദാസന്മാരെയും അവർ അപമാനിക്കുന്നവരാണ്. സിഗരറ്റും വലിച്ച്, മദ്യപിച്ച്, രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും പിടിച്ച്, സഭായോഗം പഠിച്ച് കൊടിയും പിടിച്ച് നടക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വഴക്കിട്ടിട്ടുണ്ട് അവരോടെല്ലാം. വഴക്കിട്ടിട്ടും കാര്യമില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല, അവര് ശരിയാവില്ല. പ്രിയപ്പെട്ടവരെ, അവര് കർത്താവിന് ലോകാപവാദം വരുത്തുന്നവരാണ്. വായിക്കൂ. അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ദൈവത്തിന് കഴിയാൻ പറ്റാത്ത കാര്യമാണ്. ഇത്രയും നമ്മൾ നിസ്സാരമായി ഇതിന് കാണരുത്. ഓരോ വിശ്വാസിക്കും ഓരോ പാസ്റ്റർമാർക്കും മുന്നറിയിപ്പാണ്. നമ്മൾ പിന്മാറിപ്പോയാൽ ഒരു വലിയ ന്യായവിധിയിലേക്ക് പോയി പിന്നെ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. യൂദ ഒരുപാട് പ്രാവശ്യം പണസഞ്ചിയിൽ നിന്ന് പണം മോഷ്ടിച്ചിരുന്നു. കർത്താവ് അത് കണ്ടിരുന്നു. അവസാനം മറ്റ് ശിഷ്യന്മാരെ ഇടപെട്ടെങ്കിലും കർത്താവ് അവനെ ഒരിക്കലും ഒറ്റുകൊടുത്തില്ല. അവനെ പല രീതിയിൽ മാനസാന്തരപ്പെടുത്താൻ നോക്കി. പക്ഷേ യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ ഇവന് യഥാർത്ഥത്തിൽ ഒരു പിന്മാറ്റക്കാരനായിരുന്നു. അവനെ മാനസാന്തരപ്പെടുത്തുവാൻ കർത്താവിന് പോലും കഴിഞ്ഞില്ല. ഒടുക്കം അവന് കെട്ടിഞ്ഞാന്നും ചാകേണ്ടി വന്നു. ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങൾ, 7 കൂട്ടം കാര്യങ്ങൾ ദൈവത്തിന് ബോഷ്കു പറയാൻ കഴിയില്ല. ദൈവത്തിന് മാറാൻ കഴിയില്ല. ദൈവത്തിന് തന്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. ദൈവം പാപത്താൽ പ്രലോഭിപ്പിക്കപ്പെടുവാൻ ദൈവത്തിന് കഴിയില്ല. ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ ബ്രേക്ക് ചെയ്യുവാൻ ദൈവത്തിന് കഴിയില്ല. ദൈവം അനീതി വിട്ട്, ദൈവം നീതി വിട്ട് ഒരനീതിയും പ്രവർത്തിക്കുന്നവനല്ല. ദൈവം പിന്മാറ്റക്കാരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനങ്ങൾ ഏറ്റെടുക്കാം. ദൈവത്തിന് കഴിയാത്ത 7 കൂട്ടം കാര്യങ്ങൾ